ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ബോട്ടണിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന പാഠത്തിൻ്റെ തുടർഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. മൈക്രോസ്പോറോജെനിസിസ്, പരാഗരേണു രൂപീകരണം. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഫ്രം ഡിപ്ലോയിഡ് പോളൻ മദർ സെൽസ് ബൈ മിയോസിസ് കോൾഡ് മൈക്രോസ്പോറോജെനിസിസ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള രേണു മാതൃകോശത്തിൽ നിന്ന്, അതായത് പോളൻ മദർ സെൽസിൽ നിന്ന് ഊനഭംഗത്തിലൂടെ മിയോസിസിൻ്റെ ഫലമായി പരാഗരേണു ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പരാഗരേണു രൂപീകരണം അല്ലെങ്കിൽ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. സെൽസ് ഓഫ് ദി സ്പോറോജീനസ് ടിഷ്യൂസ് ആക്ട് ആസ് പോളൻ മദർ സെൽസ് ഓർ മൈക്രോസ്പോർ മദർ സെൽസ്. രേണു മാതൃകോശം എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ അല്ലെങ്കിൽ രേണുജന്യകലയുടെ കോശങ്ങളാണ്. പോളൻ മദർ സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം ക്ലസ്റ്റർ ഓഫ് 4 സെൽ കോൾഡ് മൈക്രോസ്പോർ ടെട്രാഡ്. ആന്തർ വളരുമ്പോൾ, പരാഗി വളരുമ്പോൾ രേണുജന്യകലയിലെ കോശങ്ങൾ ഊനഭംഗത്തിന്, മിയോസിസിന് വിധേയമാകുന്നു. അതിൻ്റെ ഫലമായി മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാകുന്നു. ആന്തർ മെച്യൂർ ആൻഡ് ഡീഹൈഡ്രേറ്റ്സ് ദി മൈക്രോസ്പോർസ് സെപ്പറേറ്റ് ടു ഫോം ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻസ്. പരാഗിക്ക് വളർച്ച പൂർത്തിയാകുമ്പോൾ, ആന്തറിന് വളർച്ച പൂർത്തിയാകുമ്പോൾ ആന്തർ നിർജ്ജലീകരണം സംഭവിക്കുകയും, പരാഗിക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും അതുമൂലം മൈക്രോസ്പോർ ടെട്രാഡിലെ രേണുക്കൾ വേർപെട്ട് പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസായി മാറുന്നു. ചിത്രത്തിൽ മൈക്രോസ്പോറോജെനിസിസിൻ്റെ ഫ്ലോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കി നല്ലവണ്ണം പഠിക്കുക. സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്. പരാഗരേണുവിൻ്റെ ഘടന. പോളൻ ഗ്രെയിൻസ് റെപ്രസെൻറ്റ് ദ മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. പരാഗരേണുക്കൾ ആൺ ഗ്യാമറ്റോഫൈറ്റിനെ പ്രതിനിധീകരിക്കുന്നു. ഇറ്റ് ഹാസ് 2 ലെയർഡ് വോൾ, ഔട്ടർ എക്സൈൻ ആൻഡ് ഇന്നർ ഇൻറ്റൈൻ. പോളൻ ഗ്രെയിൻസിനെ ആവരണം ചെയ്ത് അല്ലെങ്കിൽ പരാഗരേണുക്കളെ ആവരണം ചെയ്ത് 2 പാളികളുള്ള ഭിത്തിയുണ്ട്. പുറമേയുള്ള കട്ടിയുള്ള ഭാഗമാണ് എക്സൈൻ. അകത്തെ പാളിയെ ഇൻറ്റൈൻ എന്ന് വിളിക്കുന്നു. ഔട്ടർ എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളിനിൻ. സ്പോറോപോളിനിൻ. പുറമേയുള്ള എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നത് ദൃഢമായ സ്പോറോപോളിനിൻ കൊണ്ടാണ്. സ്പോറോപോളിനിൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലി. പുറമേയുള്ള കട്ടിയുള്ള ഭാഗമായ എക്സൈൻ ഇതുണ്ടാക്കിയിരിക്കുന്നത് ജൈവ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ദൃഢമായ സ്പോറോപോളിനിൻ കൊണ്ടാണ്. ഇത് ഉയർന്ന താപത്തെയും വീര്യം കൂടിയ ആസിഡുകളെയും ആൽക്കലികളെയും പ്രതിരോധിക്കാൻ കഴിയും. പ്രസൻസ് ഓഫ് സ്പോറോപോളിനിൻ പോളൻ ഗ്രെയിൻസ് പ്രിസർവ്ഡ് ആസ് ഫോസിൽ. പരാഗരേണുക്കളെ ഫോസിലുകളായി നിലനിർത്തുവാൻ സഹായിക്കുന്നതും സ്പോറോപോളിനിനാണ്. എക്സൈൻ ഹാസ് ആൻ അപർച്ചർ വെയർ സ്പോറോപോളിനിൻ ആബ്സെൻറ്റ് കോൾഡ് ജേം സ്പോർ. പരാഗരേണുക്കളുടെ എക്സൈനിൽ സ്പോറോപോളിനിൻ കാണപ്പെടാത്ത ഭാഗത്തുള്ള ചെറു സുഷിരങ്ങളെ ജേം സ്പോറുകൾ എന്ന് വിളിക്കുന്നു. അടുത്ത അകമയുള്ള പാളിയാണ്. പരാഗരേണുക്കളുടെ അകത്തെ പാളിയെ ഇൻറ്റൈൻ എന്ന് വിളിക്കുന്നു. ഇത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് നിർമ്മിതമായ കനം കുറഞ്ഞതും തുടർച്ചയായതുമായ പാളിയാണ്. ഇന്നർ ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. മെച്യൂർ പോളൻ ഗ്രെയിൻസ് ഹാസ് 2 സെൽസ്, ലാർജ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് സ്മോൾ ജനറേറ്റീവ് സെൽ. പൂർണ്ണ വളർച്ചയെത്തിയ പരാഗരേണുക്കളിൽ 2 കോശങ്ങളുണ്ട്. വലിയ കായിക കോശം വെജിറ്റേറ്റീവ് സെല്ലും ചെറിയ ജനറേറ്റീവ് കോശവും. വെജിറ്റേറ്റീവ് സെൽ ഇസ് എ ബിഗർ, റിച്ച് ഇൻ ഫുഡ് റിസർവ്, ന്യൂക്ലിയസ് ഈസ് ഇറഗുലർലി ഷേപ്ഡ്. വെജിറ്റേറ്റീവ് കോശം, കായിക കോശങ്ങൾ വലുതും ഇതിൽ ധാരാളമായി ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നു. വ്യക്തമായ ആകൃതി ഇല്ലാത്ത മർമ്മം ഉള്ളവയുമാണ്. ജനറേറ്റീവ് കോശങ്ങൾ, ജനറേറ്റീവ് സെൽസ് ആർ സ്മോൾ സ്പിൻഡിൽ ഷേപ്ഡ്. ജനറേറ്റീവ് കോശങ്ങൾ സ്പിൻഡിൽ ആകൃതിയുള്ളതും
ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്, നിറയെ കോശദ്രവ്യമുള്ളതും ഏകമർമ്മം ഉള്ളതുമാണ്. ഇൻ മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേം, പോളൻ ഗ്രെയിൻസ് റിലീസ്ഡ് ഇൻ ദിസ് two-celled stage. In others, generative cells divided to form three-celled stage. മിക്ക സപുഷ്പികളിലും 2 കോശമുള്ള അവസ്ഥയാണ് കാണപ്പെടുന്നത്. ചില സ്പീഷീസുകളിൽ 3 കോശങ്ങൾ കാണപ്പെടുന്നു. ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിൽ എൻലാർജ്ഡ് വ്യൂ ഓഫ് പോളൻ ഗ്രെയിൻസ് ടെട്രാഡ്, പരാഗരേണു ടെട്രാഡിൻ്റെ വലുതാക്കിയ ചിത്രവും സ്റ്റേജസ് ഓഫ് എ മൈക്രോസ്പോർ മെച്ചുറിങ് ഇൻറ്റു എ പോളൻ ഗ്രെയിൻസ്, മൈക്രോസ്പോർ പൂർണ്ണ വളർച്ചയെത്തിയ പരാഗരേണുവായി മാറുന്ന ഘട്ടങ്ങളും കാണിച്ചിരിക്കുന്നു. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ്, പരാഗരേണുക്കളുടെ സാമ്പത്തിക നേട്ടം. പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്. Pollen products available in the market in the form of tablets and syrup. Pollen consumption increase in the performance of athletes and race horse. പരാഗരേണുക്കൾ പോഷക സമൃദ്ധമാണ്. പരാഗരേണുക്കൾ ഗുളികയുടെ രൂപത്തിൽ അനുബന്ധ ഭക്ഷണമായി വ്യാപകമായി ഉപയോഗിക്കുന്നു. കൂടാതെ സിറപ്പ് രൂപത്തിലും പരാഗരേണുക്കൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. പരാഗരേണുക്കളുടെ ഉപയോഗം കായിക താരങ്ങളുടെയും പന്തയ കുതിരകളുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. പോളൻ അലർജി. പോളൻ ഗ്രെയിൻസ് ഓഫ് സം സ്പീഷീസ് കോസ് സിവിയർ അലർജീസ് ആൻഡ് ബ്രോങ്കിയൽ ഇൻഫെക്ഷൻ. എക്സാമ്പിൾ പോളൻ ഗ്രെയിൻസ് ഓഫ് പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്. ചില സ്പീഷീസുകളിലെ പരാഗരേണുക്കൾ ചില ആൾക്കാരിൽ മാരകമായ ശ്വാസനാളി രോഗങ്ങൾക്കും അലർജിക്കും കാരണമാകാറുണ്ട്. ഇറ്റ് മേ ലീഡ് ടു ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ലൈക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ്. ഇത് ശ്വസനേന്ദ്രിയ രോഗങ്ങളായ ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയിലേക്ക് നയിക്കുന്നു. പോളൻ വയബിലിറ്റി, പരാഗരേണുക്കളുടെ ജീവക്ഷമത. പീരീഡ് ഫോർ വിച്ച് പോളൻ ഗ്രെയിൻസ് ഈസ് ഫങ്ഷണൽ. പരാഗരേണുക്കൾ സ്വതന്ത്രമാക്കപ്പെട്ടാൽ ജീവക്ഷമത നഷ്ടപ്പെടുന്നതിന് മുമ്പ് ബീജസംയോഗത്തിനായി പരാഗണ സ്ഥലത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. പരാഗരേണുക്കൾ ജീവക്ഷമതയോടെ നിലനിൽക്കാൻ കഴിയുന്ന കാലയളവിനെ പോളൻ വയബിലിറ്റി അല്ലെങ്കിൽ പരാഗരേണുക്കളുടെ ജീവക്ഷമത എന്ന് പറയുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇത് ഒരു പരിധിവരെ താപം, ഈർപ്പം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിറിയൽസ് ലൈക്ക് റൈസ്, വീറ്റ്, പോളൻ ഗ്രെയിൻസ് വയബിൾ ഓൺലി 30 minutes. നെല്ല്, ഗോതമ്പ് മുതലായ ധാന്യവിളകളിൽ പരാഗരേണുക്കളുടെ ജീവക്ഷമത പരാഗയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട് കഴിഞ്ഞ് 30 മിനിറ്റ് വരെ നിലനിൽക്കും. സൊളാനേസിയെ, ഫാബിയേസിയെ ആൻഡ് റോസേസിയെ ഫാമിലീസ്. പോളൻ ഗ്രെയിൻസ് വയബിലിറ്റി 4 months. റോസേസിയെ, ഫാബിയേസിയെ, സൊളാനേസിയെ മുതലായ സസ്യകുടുംബങ്ങളിലെ പരാഗരേണുക്കളുടെ ജീവക്ഷമത മാസങ്ങളോളം നിലനിൽക്കുന്നു. പോളൻ ബാങ്ക്. പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദി ലോങ് പീരീഡ് ഇൻ ലിക്വിഡ് നൈട്രജൻ. സ്റ്റോർഡ് പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്രോപ്പ് ബ്രീഡിംഗ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുക്കളിൽ സ്പേം, പുംബീജം, കൃത്രിമ ബീജദാനം നടത്തുന്നതിനായി സംഭരിക്കാറുണ്ട്. ഇത്തരത്തിൽ അനേകം സസ്യ സ്പീഷീസുകളുടെ പരാഗരേണുക്കൾ ദ്രവ നൈട്രജനിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ കഴിയും. ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന പരാഗരേണുക്കൾ വിത്ത് ബാങ്കുകളെ പോലെ പരാഗ ബാങ്കുകളായി സസ്യപരിപാലനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.